ഇടുക്കി മൂന്നാർ നല്ലതണി എസ്റ്റേറ്റിലെ കല്ലാർ മാലിന്യ പ്ലാന്റിലുണ്ടായ തീപിടുത്തം മൂന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ അറിവോടെയാണെന്ന് യുവമോർച്ച നേതാക്കൾ. മുൻപും ഇത്തരത്തിൽ ഇവിടെ 2 തവണ തീപിടുത്തമുണ്ടായി. അന്ന് പ്രതിഷേധവുമായി എത്തിയപ്പോൾ സബ് കളക്ടർ അടക്കം ഇനി ഇവിടെ ഇത്തരത്തിൽ ഉണ്ടാകില്ല എന്ന വാക്ക് തന്നതാണെന്നും യുവമോർച്ച നേതാക്കൾ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. ഇന്നലെ വൈകുന്നേരത്തോടെയാണ് ഈ കല്ലാറിലെ മാലിന്യ പ്ലാന്റിൽ തീ കത്തി തുടങ്ങിയത്. ആദ്യഘട്ടം എന്ന നിലയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എല്ലാം വ്യക്തമാക്കിയത് സോളാർ ഫെൻസിംഗിന്റെ ബാറ്ററി പൊട്ടിത്തെറിച്ചാണ് ഇവിടെ തീപിടുത്തമുണ്ടായതെന്നാണ് ഇവർ ഇന്നലെ പറഞ്ഞിരുന്നത്. പക്ഷേ അങ്ങനെയല്ല, ഈ സോളാർ ഫെൻസിംഗിന്റെ ബാറ്ററി അല്ല പൊട്ടിത്തെറിച്ചത്, ഇത് അവർ നശിപ്പിക്കാൻ വേണ്ടി തീയിട്ടതെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഇതിനു മുൻപും തീ കത്തിയിട്ടുണ്ടായിരുന്നല്ലേ? ഇത് 4ാമത്തെ പ്രാവശ്യം. ഞങ്ങൾ ഫെബ്രുവരി മാസം തന്നെ യുവമോർച്ചയുടെ പേരിൽ ഒരു പ്രതിഷേധം ഇവിടെ നടത്തിയിരുന്നു. എന്നിട്ട് വണ്ടിയൊക്കെ തടഞ്ഞു വെച്ചപ്പോഴാണ് ബാക്കിയുള്ള ആൾക്കാരൊക്കെ വന്നത്. ഇത് വേസ്റ്റ് കൂടുന്തോറും അവർക്ക് ഇത് വേർതിരിക്കാനുള്ള മെഷീനറീസ് ഇല്ല. അപ്പോൾ മനഃപൂർവ്വം ഇത് കത്തിച്ചു വിടുക. ഇവർ പറയുന്നത് 5-5:30ക്കാണ് തീ കത്തിയെന്ന്. ശരിക്കും പറഞ്ഞാൽ 3:30 തീ കത്തി തുടങ്ങി. ഇവിടുത്തെ സിറ്റുവേഷൻ അങ്ങനെയാ. ഇതുകൊണ്ടാണ് ഇഷ്ടം പോലെ ഇവിടെയുള്ള ആൾക്കാർക്ക് ക്യാൻസർ. ഇപ്പം നിലവിൽ അടുത്തുള്ള എസ്റ്റേറ്റിൽ 80 പേർക്ക് ക്യാൻസർ ഉണ്ട്. 6 പേര് ക്യാൻസറിൽ മരിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ വാട്ടറിന്റെ ടെസ്റ്റ് എടുത്ത് വെച്ചപ്പോൾ അതിലും കംപ്ലൈന്റ് ഉണ്ടെന്നാണ് പറയുന്നത്. കളക്ടർക്ക് നമ്മൾ സമൻസ് കൊടുത്തിരുന്നു. കളക്ടർ നമ്മൾ റിപ്പോർട്ട് കൊടുത്തപ്പോൾ കളക്ടർ പറഞ്ഞത് ഇത് ഇനി വേർതിരിച്ച് നമുക്ക് എല്ലാം കൂടി ചെയ്തു തരാം, ഇങ്ങനെ ഒന്നും ആവർത്തിക്കില്ല, ഇനി തീ ഒരിക്കലും കത്തില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ മനഃപൂർവ്വം ഇവർ ചെയ്തുകൊണ്ടിരിക്കുക. ഈ മുമ്പ് പ്രതിഷേധം ഉന്നയിച്ചപ്പോൾ കളക്ടർ പറഞ്ഞായിരുന്നോ ഇത്തരത്തിൽ തീ ഇനി കത്തത്തില്ല എന്നൊരു? കളക്ടർ നേരിട്ട് ഇവിടെ വന്നിരുന്നു. വന്നപ്പോൾ ഞങ്ങൾ കണ്ട് സംസാരിച്ചു. അപ്പോൾ ഇവിടെ ഒരു ക്യാമ്പ് നടത്താമെന്ന് പറഞ്ഞു, മെഡിക്കൽ ക്യാമ്പ് നടത്താമെന്ന് പറഞ്ഞു. ഇപ്പം മിഷനറീസ് അപ്പോൾ നമ്മൾ നിലവിൽ പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞിരുന്നു 3 കോടി രൂപയ്ക്ക് മിഷനറി സാങ്ഷൻ ആയിട്ടുണ്ട്. 1.5 കോടി രൂപ വന്നു. അതുകൊണ്ട് നമുക്ക് മെഷീൻ ഇട്ടിട്ട് വേർതിരിച്ച് വെക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ഇതുവരെ അതിന്റെ പ്രോസസ്സിംഗ് ഒന്നും നടന്നില്ല. അതുകൊണ്ടാണ് ഇവർ വേസ്റ്റ് ഇടാൻ സ്ഥലമില്ലാത്ത മൊത്തത്തിൽ ഇങ്ങനെ കത്തിച്ചു വിടുക. ഇവർ മനഃപൂർവ്വം കത്തിച്ചാണെന്ന് പറയണേ? മനഃപൂർവ്വം കത്തിച്ചതാ. ഇനി ഇങ്ങനെ ഒരിക്കലും വേസ്റ്റ് ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഞങ്ങൾ അനുവദിക്കില്ല. എന്നുവെച്ചാൽ ഓരോ ദിവസം ഓരോ ജീവനും പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഒരിക്കലും ഞങ്ങൾ അനുവദിക്കില്ല വേസ്റ്റ് വരാനായിട്ട്. നിലവിൽ യുവമോർച്ചയുടെ നേതാക്കളടക്കം വ്യക്തമാക്കുന്നത് ഇവിടെ വേസ്റ്റ് മനഃപൂർവ്വം ഇട്ട് കത്തിക്കുന്നതാണ്. മുമ്പും ഇത്തരത്തിൽ പ്രതിഷേധം ഉന്നയിച്ചപ്പോൾ ഇനി ഇവിടെ ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടാകില്ല എന്ന സബ് കളക്ടർ അടക്കം വാക്കുന്നതാണ്. പക്ഷേ ഇത് മനഃപൂർവ്വം കത്തിച്ചതാണ്. ഇവിടെ ഇത് അല്ലാണ്ട് സോളാർ ഫെൻസിംഗിന്റെ ബാറ്ററി പൊട്ടിത്തെറിച്ച് ഉണ്ടായതല്ലെന്നാണ് യുവമോർച്ച നേതാക്കളുടെ ഒരു ആരോപണം. ക്യാമറമാൻ AP രാജയ്ക്കൊപ്പം ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.